ഇന്ന് മനുഷ്യൻ അസാധ്യമായി ഒന്നുമല്ലെന്ന് തോന്നുന്ന അത്രയും പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. കാലാനുസരണം അപൂർവ നേട്ടങ്ങൾ കൊയ്തെടുത്തുകൊണ്ട് തിളക്കമാർന്നൊരു സംസ്കാരം നാം കെട്ടിപ്പടുത്തു. ആഗോള വാർത്താവിതരണ ശൃംഖലയും സാങ്കേതിക വിദ്യകളും ഒരിക്കൽ നമ്മുടെ സങ്കല്പത്തിൽ മാത്രമുണ്ടായിരുന്നൊരു ലോകം പണിതുയർത്തിയിരിക്കുന്നു. ഇന്ന് ലോകം ഒരു ആഗോള ഗ്രാമമായി മാറിയിരിക്കുന്നു. അപരിമിതമായ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഓരോ ദിവസവും അസാധ്യമായതിനെ സാധ്യമാക്കി പരിധിയില്ലാത്തൊരു ലോകം നാം സൃഷ്ടിക്കുന്നു. ഇത്രയുമായിട്ടും നമ്മുടെ വികസനത്തിന്റെ യാത്ര അവസാനിച്ചിട്ടില്ല. വാസ്തവത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? വികസനത്തിന്റെ ഓട്ടപ്പന്തയത്തിനിടയിൽ നാം സ്വയത്തെ മറന്നിട്ടില്ലല്ലോ. കാലാകാലമായി മനുഷ്യൻ ഒരു സരളമായ സത്യത്തിന്റെ അന്വേഷണത്തിൽ മുഴുകിയിരിക്കുകയാണ്. സ്വയത്തെ തിരിച്ചറിയുവാൻ ഒരു അനശ്വര സത്യം. ഞാൻ ആരാകുന്നു? ഓരോ മനുഷ്യനിലും അറിയുവാനുള്ള ആഗ്രഹം സ്വാഭാവികവും ജന്മസിദ്ധവുമാണ്. പൂർവകാലത്തെക്കുറിച്ചറിയുവാൻ ചിലർ ചരിത്രത്തിൽ തൽപരരാകുമ്പോൾ മറ്റു ചിലർ ഭരണഘടനയും നിയമസംഹിതകളും. ഇനി ഒരു കൂട്ടർ ശാസ്ത്രവും സാങ്കേതികതയും പഠിക്കുന്നു. മനുഷ്യന് അനേക കാര്യങ്ങൾ അറിയാം, എന്നാൽ സ്വയത്തെ അറിയുന്നില്ല. ചിലർ സ്വയത്തെ ശരീരമെന്ന് ധരിക്കുന്നു, ചിലർ സ്വയം മനസ്സാണെന്നും മറ്റു ചിലർ മസ്തിഷ്കമാണെന്നും ധരിക്കുന്നു. ഇതെല്ലാം നമ്മെ തിരിച്ചറിയുന്നതിനായി പറയുന്നതാണെങ്കിലും ഈ ചോദ്യം വീണ്ടും ഉദിക്കുന്നു: ഞാൻ ആത്യന്തികമായി ആരാകുന്നു? ഇതിന്റെ ഉത്തരം വളരെ സങ്കീർണമാണെന്ന് തോന്നുന്നു. എന്നാൽ എന്റെ കാൽ, എന്റെ കയ്യ്, എന്റെ ശരീരം എന്നു ഞാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥമെന്താണ്? ഇതിന്റെ സരളമായ അർത്ഥം ഇതല്ലേ: ഞാൻ ഈ കയ്യോ കാലോ ശരീരമോ അല്ല. അപ്പോൾ എന്റെ ശരീരമെന്ന് പറയുന്നത് ആരാണ്? ആ ഞാൻ ആരാകുന്നു? ശാസ്ത്രജ്ഞന്മാർക്കും ഡോക്ടർമാർക്കും മനസ്സ്, ബുദ്ധി, മസ്തിഷ്കം മുതലായവ ഇന്നും സങ്കീർണമായ വിഷയങ്ങളാണ്. ആസന്ന മരണാനുഭവങ്ങൾ, ശരീരത്തിൽ നിന്നും വേറിട്ടുള്ള അനുഭവങ്ങൾ, സ്വപ്നങ്ങൾ, പൂർവജന്മസ്മൃതികൾ ഇവയും യുക്തിക്ക് നിരക്കുന്നവ തന്നെ. വീണ്ടും അതേ ചോദ്യം ഉദിക്കുന്നു: ഇവയെല്ലാം പറയുന്നത്, അനുഭവം ചെയ്യുന്നത് ആരാണ്? ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ അസാധാരണമായ വൈഭവങ്ങൾ പ്രകടിപ്പിക്കുന്ന അത്ഭുത പ്രതിഭകളായ കുട്ടികളെ നാം കണ്ടിട്ടുണ്ട്. ഇത്രയധികം വൈവിധ്യമാർന്ന പ്രതിഭാസങ്ങളെക്കുറിച്ച് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ചോദ്യം ഇതാണ്: ശരീരം മസ്തിഷ്ക സഹിതം സ്വയം സമ്പൂർണമാണോ?
ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ ആരാണ് പ്രവർത്തിപ്പിക്കുന്നത്? മസ്തിഷ്കത്തിന് സമയാനുസരണം ശരിയായ മുന്നറിയിപ്പുകൾ നൽകുന്നത് ആരാണ്? ജീവസന്ധാരണ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്ന അനേക കോശങ്ങളുടെ ഒരു കൂട്ടം മാത്രമാണോ നമ്മുടെ ശരീരം? നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനം, ഹോർമോണുകളുടെയും ദഹനരസങ്ങളുടെയും നിർമ്മാണം, രക്തചംക്രമണം, ശ്വസനദഹന പ്രവർത്തനങ്ങൾ, ഇവയ്ക്കുള്ള സന്ദേശങ്ങൾ ആരാണ് അയക്കുന്നത്? മരണം വരെ ശരിയായ വിധത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ആരാണ് നൽകുന്നത്? ഒന്ന് ചിന്തിക്കൂ. സങ്കല്പങ്ങൾ എവിടെ നിന്നാണ് ഉൽപ്പന്നമാകുന്നത്? ശരീരവുമായി അവയുടെ വ്യവഹാരം എങ്ങനെയാണ്? സങ്കല്പങ്ങളുടെ മൂല്യസ്രോതസ് മസ്തിഷ്കമാണോ, അതോ മസ്തിഷ്കത്തെയും നിയന്ത്രിക്കുന്ന മറ്റെന്തെങ്കിലുമുണ്ടോ? സങ്കല്പങ്ങൾ ഭൗതികമാണോ, അതോ അതിനും ഉപരിയാണോ? പരമാണുവും തന്മാത്രകളും കൊണ്ട് പരിവർത്തന വിധേയമായി ഈ ലോകത്ത് ഭൗതികമല്ലാത്ത ചില വസ്തുക്കളുമുണ്ട്. അവയെ സൂക്ഷ്മദർശിനിയിലൂടെ കാണാനോ ഉപകരണങ്ങളാൽ അളക്കുവാനോ സാധിക്കുകയില്ല. വാസ്തവത്തിൽ അത്തരത്തിലുള്ള ഒരു ഉപകരണവും ഇതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടില്ല, നിർമ്മിക്കുവാനും സാധ്യമല്ല. അവയെ അന്വേഷിച്ചു കണ്ടെത്തുന്നതിനുള്ള ഒരേ ഒരു വിധിയാണ് അന്തർമുഖിയായി ഗഹനമായ ശാന്തിയിൽ ഇരിക്കുക. വരൂ, ആ അനശ്വര സത്യം കണ്ടെത്തുന്ന, പൂർണ്ണമായ ജ്ഞാനവും അനുഭവവും പ്രാപ്തമാക്കുന്ന അനുപമമായ ഒരു യാത്ര നമുക്കിപ്പോൾ ആരംഭിക്കാം. ഞാൻ ആരാകുന്നു? ഇത് ഞാനല്ല, ഇതാണ് ഞാൻ. ഞാൻ ഒരാത്മാവാകുന്നു. ഒരു അതിസൂക്ഷ്മവും അവിഭാജ്യവും അവിനാശിയുമായ ചൈതന്യ ദിവ്യപ്രകാശ ബിന്ദുരൂപമാണ്. ഒരു ആധ്യാത്മിക ശക്തിയാണ്. ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം ദേഹത്തെ ജീവനുള്ളതെന്ന് പറയുന്നു. ഞാൻ ആത്മാവ് ദേഹത്തിൽ നിന്നും വേറിടുമ്പോൾ ശരീരം ശവമായി മാറുന്നു. അതിനെയാണ് മരണമെന്ന് പറയുന്നത്. എന്നാൽ ആത്മാവ് അചലവും അമരവും അവിനാശിയുമാണ്. അത് സദാ ജീവിച്ചിരിക്കുന്നു. ആത്മാവിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. ആത്മാവാണ് പ്രാണശക്തി. ഞാൻ ആത്മാവാണ് ചിന്തിക്കുന്നത്, തീരുമാനമെടുക്കുന്നത്. ദേഹം ഉപയോഗിച്ച് അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങൾക്കും ഞാനാണ് ഉത്തരവാദി. ആത്മാവാകുന്ന എന്നിലാണ് മുഴുവൻ സംസ്കാരവും അടങ്ങിയിരിക്കുന്നത്. എന്നിൽ തന്നെയാണ് എല്ലാ സ്മൃതികളും നിറഞ്ഞിരിക്കുന്നത്. അതെ, ഞാൻ ആത്മാവാണ്. ആത്മാവ് തന്നെയാണ് ഞാൻ. സാധാരണയായി നാം പറയാറുണ്ട്, എൻ്റെ ആത്മാവ്, നിങ്ങളുടെ ആത്മാവ് എന്നെല്ലാം. ഇതിനു പകരം ഞാൻ ആത്മാവ് ഈ ശരീരത്തിന്റെ അധികാരിയാണ് എന്ന് പറയുന്നതാണ് കൂടുതൽ ഉചിതം. ഞാൻ ആത്മാവ് ആകാരത്തിൽ അതിസൂക്ഷ്മമാണ്. ഞാൻ അവിഭാജ്യനാണ്. ഒരു ആയുധത്തിനും എന്നെ വിഭജിക്കുവാനാവില്ല. അഗ്നിക്ക് എന്നെ ചാമ്പലാക്കുവാൻ സാധിക്കില്ല. വായുവിന് എന്നെ പറപ്പിച്ചു കളയുവാനും സാധിക്കില്ല. ജലത്തിന് എന്നെ ഈറനാക്കുവാനും സാധിക്കില്ല. ഒരു ഭൗതിക പദാർത്ഥത്തിനും ഞാൻ ആത്മാവിന്റെ വഴിയെ തടയുവാൻ സാധിക്കില്ല. ഞാൻ ആത്മാവ് അവിനാശിയാണ്. എന്റെ അസ്തിത്വം അനശ്വരമാണ്. ഞാൻ മസ്തിഷ്കത്തിനുള്ളിൽ ഇരുപുരികങ്ങളുടെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് ഞാൻ വസിക്കുന്നത്. ഞാൻ ആത്മാവ് മസ്തിഷ്കത്തിലൂടെ ശരീരത്തിന്റെ സർവ്വ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നു. ഞാനാകുന്ന സൂക്ഷ്മപ്രകാശ കുഞ്ചത്തിലാണ് എണ്ണിയാലൊടുങ്ങാത്ത പ്രക്രിയകൾ നടക്കുന്നത്. എന്നിൽ തന്നെയാണ് ശരീരത്തിന്റെ വ്യത്യസ്ത അവയവങ്ങളുടെ നടത്തിപ്പും മാനസിക ചിന്തകൾ മുതൽ ഭാവിയിലെ ഭാഗ്യത്തെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ വരെ അടങ്ങിയിട്ടുള്ളത്. എന്റെ ശരീരത്തിന്
എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്നെല്ലാം ഞാൻ ആത്മാവിനറിയാം. എന്നാൽ ആ ജ്ഞാനത്തെ എപ്രകാരമാണ് പ്രാപ്തമാക്കേണ്ടതെന്ന് ഞാൻ മറന്നുപോയിരിക്കുന്നു. ആത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അത് 3 ആന്തരിക ശക്തികളിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ശക്തികളാണ് മനസ്സ്, ബുദ്ധി, സംസ്കാരം. കഴിഞ്ഞകാല അനുഭവങ്ങൾ, സ്വാധീനങ്ങൾ, ഓർമ്മകൾ, മറ്റുള്ളവരിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഇവയെ ആധാരമാക്കി ഞാൻ സങ്കല്പങ്ങൾ രചിക്കുന്നു. ആത്മാവിൽ പരിധിയില്ലാത്ത സങ്കല്പങ്ങളുടെ രചനയും അനുഭവവും ചെയ്യാനുള്ള ഈ ശക്തിയെയാണ് മനസ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പോലും മനസ്സിൽ സങ്കല്പങ്ങളായി നിരന്തരം പ്രകടമാകാറുണ്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതിന്റെ കാരണമാണ് ഉപബോധ മനസ്സിൽ സ്വരുക്കൂടിയിട്ടുള്ള കഴിഞ്ഞകാല കർമ്മങ്ങളുടെ സ്മൃതികൾ. മനസ്സിൽ ഉൽപ്പന്നമാകുന്ന സങ്കല്പങ്ങളുടെ സ്വരൂപം എന്തുമാകാം. നല്ലതോ ചീത്തയോ, സമർത്ഥമോ വ്യർത്ഥമോ, സകാരാത്മകമോ നകാരാത്മകമോ ആകാം. സങ്കല്പം ഒരാശയവുമാകാം. സാധാരണയായി സങ്കല്പം എന്തെങ്കിലും ചെയ്യുവാൻ എനിക്ക് നിർദ്ദേശം നൽകുന്നു. ഇത് ചെയ്യണമോ വേണ്ടയോ, ഇപ്പോൾ ചെയ്യണമോ അതോ പിന്നീടോ, ഇത് നല്ലതാണോ അതോ ചീത്തയാണോ ഇത്യാദി തീരുമാനങ്ങൾ ഞാൻ ആത്മാവ് എടുക്കുന്നു. സങ്കല്പങ്ങളെ നിരീക്ഷിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള ആത്മാവിന്റെ ഈ കഴിവിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. നിർണയത്തിന്റെ ആധാരത്തിൽ ഞാൻ ആത്മാവ് കർമ്മം ചെയ്യുന്നു. കർമ്മം ആത്മാവിൽ അതിന്റെ മുദ്ര നൽകുന്നു. അതിന്റെ സ്വാധീനം പിന്നെ വിചാരശൈലിയിൽ ഉണ്ടാകുന്നു. ഇതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. ചില സംസ്കാരങ്ങൾ ഉപരിപ്ലവവും, ചിലവ മധ്യമവും, മറ്റു ചിലവ വളരെ ആഴമേറിയവയും ആകാറുണ്ട്. വളരെ ആഴമേറിയ സംസ്കാരങ്ങൾ കർമ്മത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷമാകുന്നു. ഈ കർമ്മങ്ങൾ നിങ്ങളുടെ ബോധ, അർത്ഥബോധ, അബോധാവസ്ഥകളിലും സംഭവിക്കാം. അത്തരത്തിലുള്ള ആഴമേറിയ മുദ്രകൾ സ്വപ്നരൂപത്തിൽ വരുന്നതായി പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു വ്യക്തിയുടെ സ്വപ്നത്തിന്റെ ആധാരം ആ വ്യക്തി ഏതോ സമയത്ത് ചെയ്ത കർമ്മങ്ങളാൽ ചെയ്യപ്പെട്ട മുദ്രണമാണ്. ഉദാഹരണമായി, ഒരു വ്യക്തി എപ്പോഴെങ്കിലും മറ്റൊരു വ്യക്തിയെ പട്ടി കടിക്കുന്നതായി കണ്ടുവെന്നിരിക്കട്ടെ. അഥവാ പട്ടി അയാളെ തന്നെ എപ്പോഴോ കടിച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആ വ്യക്തി പട്ടിയെ കാണുമ്പോൾ തന്നെ ഭയപ്പെടുന്നു. അതുപോലെ ആരെങ്കിലും മുങ്ങിത്താഴുന്നതായി കാണുകയോ അതോ വെള്ളത്തിൽ നിന്നും ദുഃഖകരമായ അനുഭവം ഉണ്ടാകുകയോ ചെയ്ത വ്യക്തി വെള്ളം കാണുമ്പോൾ തന്നെ ഭയന്നു തുടങ്ങുന്നു. ഇതുപോലൊരു അസാധാരണമായ ഭയം വികാസം പ്രാപിക്കുന്നു. ആഴത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട സ്വാധീനം വളരെ ശക്തിശാലിയും തീവ്രവുമായിരിക്കും. ആവർത്തിച്ച് ചെയ്യുന്ന സങ്കല്പങ്ങളും കർമ്മങ്ങളുമാണ് ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾക്ക് കാരണം. തന്റെ ഉള്ളിൽ നകാരാത്മക സംസ്കാരങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയോ അതിന്റെ വേരുകൾ കൂടുതൽ ആഴത്തിൽ വളരുവാൻ അനുവദിക്കുകയോ ചെയ്യുന്ന വ്യക്തി തന്റെ നാശം മാത്രമല്ല, മറിച്ച് സമൂഹത്തിലും ലോകത്തിലും നകാരാത്മക അനുഭൂതികളും ഭാവനകളും പടരുന്നതിന് മാധ്യമമായി തീരുന്നു. ഇതുപോലെ സകാരാത്മക ഗുണങ്ങളും സംസ്കാരങ്ങളും സ്വയത്തിൽ വളർത്തുന്നവർ കേവലം അവരുടെ മാത്രമല്ല നന്മ ചെയ്യുന്നത്, മറിച്ച് സമൂഹത്തിനും ലോകത്തിനും വിലയേറിയ നിധികളായി തീരുന്നു. സകാരാത്മക വിചാരങ്ങൾ സ്വാഭാവികമായും വേഗത കുറഞ്ഞവയും സ്ഥിരഗതിയുള്ളവയും ആയിരിക്കും. സങ്കല്പങ്ങൾ വേഗത കുറഞ്ഞതും സ്ഥിരവും ക്രമപ്രകാരവുമാകുമ്പോൾ ബുദ്ധിക്ക്
ശരിയും കൃത്യവുമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നു. അതിന്റെ പരിണിത ഫലം അനുഭൂതികൾ സുഖകരമായിരിക്കും. അത്തരത്തിലുള്ളവർ സ്ഥിരതയുള്ളവരും ശാന്ത സ്വഭാവികളുമായിരിക്കും. നേർവിപരീതമായി നകാരാത്മക വിചാരങ്ങൾ സാധാരണയായി അസ്ഥിരവും ക്രമരഹിതവും തീവ്രഗതിയുള്ളവയുമായിരിക്കും. ഇതിലൂടെ ചിന്ത, ആശങ്ക, അരക്ഷിതത്വം, ഭയം മുതലായ നകാരാത്മക അനുഭൂതികളും ഭാവനകളും വളരുന്നു. ചിലപ്പോൾ മനസ്സിൽ വളരെയധികം സങ്കല്പങ്ങൾ ഒരേ സമയം ഉണ്ടാകാറുണ്ട്. ഇതിന്റെ ഫലമായി തീരുമാനമെടുക്കുവാൻ ബുദ്ധിക്ക് സാധിക്കാതെ വരികയും വ്യക്തി ആശയക്കുഴപ്പത്തിലാകുകയും ചെയ്യുന്നു. ഇതിനെയാണ് സാധാരണയായി മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. ഒരു കാറിന്റെയും ഡ്രൈവറുടെയും ഉദാഹരണം ആത്മാവിന്റെയും ശരീരത്തിന്റെയും മൂലവ്യത്യാസം മനസ്സിലാക്കുവാൻ ഉപയുക്തമാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കാറായി കണക്കാക്കാമെങ്കിൽ നിങ്ങൾ ആത്മാവ് അതിന്റെ ഡ്രൈവറാണ്. ഏതുപോലെ ഡ്രൈവർ കാറിനെ നിയന്ത്രിക്കുന്നു, വളയ്ക്കുകയും നിർത്തുകയും ചെയ്യുന്നു, അതുപോലെ ആത്മാവ് ശരീരത്തിന്റെ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നു. എത്ര നല്ല വണ്ടിയാണെങ്കിലും ഡ്രൈവർ ഇല്ലാതെ അത് ചലിക്കുന്നില്ല. ഡ്രൈവർ വണ്ടി നിയന്ത്രിക്കുന്നത് പോലെ ആത്മാവ് ശരീരത്തെ നിയന്ത്രിക്കുന്നു. ആത്മാവാകുന്ന ഞാനാണ് സ്വനതന്തുക്കളും നാവും ഉപയോഗിച്ച് സംസാരിക്കുന്നത്. എന്റെ നിർദ്ദേശപ്രകാരമാണ് കഴിക്കുന്നതിന്റെയും കുടിക്കുന്നതിന്റെയും പ്രക്രിയ നടക്കുന്നത്. ഇപ്രകാരം ഞാൻ ആത്മാവ് കാതുകളിലൂടെ കേട്ടിട്ട് ശബ്ദങ്ങൾ ഗ്രഹിക്കുന്നു. അഥവാ ശരീരത്തിൽ ആരെങ്കിലും തൊട്ടാൽ അത് ത്വക്കിലൂടെ ഞാൻ ആത്മാവാണ് അനുഭവം ചെയ്യുന്നത്. ഞാൻ ആത്മാവാണ് കണ്ണുകളിലൂടെ കാണുന്നത്. ഓരോ ദൃശ്യങ്ങളെയും വസ്തുക്കളെയും നിരീക്ഷിക്കുന്നത് ഞാൻ ആത്മാവാണ്. ചുരുക്കത്തിൽ മസ്തിഷ്ക സഹിതം മുഴുവൻ ശരീരാവയവങ്ങളെയും ഉപയോഗിക്കുന്നത് ആത്മാവ് തന്നെയാണ്. ആത്മാവ് ഭൗതിക ഇന്ദ്രിയങ്ങളുടെ ആശ്രയം കൂടാതെ തന്നെ പ്രവർത്തിച്ച സംഭവങ്ങളുമുണ്ട്. ഇതിനെയാണ് ESP, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ അഥവാ ആറാം ഇന്ദ്രിയം എന്ന് പറയുന്നത്. പൂർവ്വ അനുഭവങ്ങളുടെയോ ഭൗതിക ഇന്ദ്രിയങ്ങളുടെയോ ആശ്രയം കൂടാതെ തന്നെ സൂചനകൾ പ്രാപ്തമാക്കുവാൻ സാധിക്കുന്ന ആത്മാവിന്റെ കഴിവാണ് ESP. പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായം കൂടാതെ പരഹൃദയജ്ഞാനം, പൂർവാഭിജ്ഞാനം, അതീന്ദ്രിയജ്ഞാനം, അന്തർജ്ഞാനം ഇവയിലൂടെ പ്രവർത്തിക്കുന്ന ആത്മാവിന്റെ കഴിവിനെയാണ് ESP എന്ന് വിളിക്കുന്നത്. ഞാൻ ചൈതന്യാത്മാവ് തന്നെയാണ് സങ്കല്പങ്ങളുടെ രചന ചെയ്യുന്നത്. ഇപ്പോൾ ഉദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഞാൻ സ്വയത്തെ ആത്മാവാണെന്ന് എങ്ങനെ അനുഭവം ചെയ്യും? ആ അനുഭവം എന്താണെന്ന് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാനാവില്ല. കാരണം ധ്യാനയോഗത്തിന്റെ അഭ്യാസത്തിലൂടെ ശാന്തമായ മനസ്സിൽ മാത്രമേ ഇത് അനുഭവിക്കുവാനാകൂ. എന്നിരുന്നാലും ഈ ആശയത്തെ മനസ്സിലാക്കുവാൻ ശ്രമം നടത്തി നോക്കാം. ഒന്ന് സങ്കല്പിക്കൂ, എല്ലാ അവയവങ്ങളോടും കൂടിയ ഒരു കൃത്രിമ മനുഷ്യ ശരീരം. കണ്ണുകളാകുന്ന ജനാലയ്ക്കരികിൽ നിങ്ങൾ ഒരു കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താകും അനുഭവമുണ്ടാകുക? കണ്ണുകളാകുന്ന ജനാലയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ജനാലയിൽ നിന്നും വിഭിന്നനാണെന്ന അനുഭവം ഉണ്ടാകില്ലേ? ആത്മാവിനും ശരീരത്തിലിരുന്ന്
ഇപ്രകാരം തന്നെ അനുഭവം ചെയ്യുവാൻ സാധിക്കും. ആത്മാവ് ശരീരത്തിൽ നിന്നും വ്യത്യസ്തനാണ്. ഒരാൾ മറ്റൊരാളുടെ മുഖം കണ്ട് പ്രതികരിക്കുകയാണെങ്കിൽ അയാളുടെ ഓരോ പ്രതിക്രിയയും മുന്നിലുള്ള ആളുടെ ഭാവവ്യത്യാസങ്ങൾക്ക് അനുസരിച്ചായിരിക്കും. വിശ്വത്തിലെ ഓരോ മനുഷ്യനും മനസ്സിന്റെ ശാന്തി ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ സുഖം നേടുവാൻ ആഗ്രഹിക്കുന്നു. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നു. പരിശുദ്ധിയും പവിത്രതയും ഇഷ്ടപ്പെടുന്നു. ജനനം മുതൽ തന്നെ ഓരോരുത്തരും അവരുടെ ഇഷ്ടപ്പെട്ട വിഷയത്തിൽ അറിവ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അധികാധികം മനഃശക്തിയും മനക്കരുത്തും നേടുവാൻ ആഗ്രഹിക്കുന്നു. നിഷ്കളങ്കനായ ഒരു കൊച്ചുകുട്ടി മൂലഗുണങ്ങളുടെ സ്വരൂപമായിരിക്കും. എന്റെ നൈസർഗികമായ 7 ഗുണങ്ങളാണ് ജ്ഞാനം, സ്നേഹം, ശാന്തി, സുഖം, പവിത്രത, ആനന്ദം, ശക്തി. യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിയും ജന്മന ഈ 7 ഗുണങ്ങളുടെ അധികാരിയാണ്, സ്വരൂപമാണ്. തെറ്റായ വിശ്വാസങ്ങളാലോ സാഹചര്യങ്ങളുടെയോ കൂട്ടുകെട്ടിന്റെയോ സ്വാധീനത്താലോ ചിലർ തെറ്റായ വഴിക്ക് നീങ്ങിത്തുടങ്ങി. ഇത് കാരണം വളരെ നാളുകളായി ശരീരവുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളാൽ വിഭജിക്കപ്പെട്ട് നാം നമ്മുടെ പരിചയം ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ സമയമായിരിക്കുന്നു നമുക്ക് നമ്മുടെ മൂലസ്വരൂപത്തെ തിരിച്ചറിയുവാൻ. നാം ആത്മാക്കളാണ്, ശരീരമല്ല. ഈ സങ്കീർണമായ പരിമിതികൾക്കപ്പുറം നാം ഈ 7 വിശിഷ്ട ഗുണങ്ങളാൽ സമ്പന്നരായ ആത്മാക്കളാണ്. വ്യക്തി എങ്ങനെയാണ് ജന്മമെടുക്കുന്നത്? എപ്പോഴാണ് ഭ്രൂണം അമ്മയുടെ ഗർഭത്തിൽ ജീവനുള്ള ശിശുവായി മാറുന്നത്? ആത്മാവ് എപ്പോഴാണ് ഗർഭത്തിൽ പ്രവേശിക്കുന്നത്? ഭ്രൂണം 3 മുതൽ 5 മാസം വളർച്ച പ്രാപിക്കുമ്പോഴാണ് അതിൽ ജീവശക്തി വരുന്നത്. ഈ ജീവശക്തിയാണ് ആത്മാവ്. ആത്മാവിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. ആത്മാവ് തന്നെയാണ് പ്രാണശക്തി. ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന പ്രത്യേകതകൾക്കും അനുഭൂതികൾക്കും അനുസരിച്ച് ശരീരത്തിന്റെ DNA-യും വ്യത്യസ്ത അവയവങ്ങളും നിർമ്മിക്കപ്പെടുന്നു. വിരലടയാളം മുതൽ അവയവങ്ങളുടെ രൂപത്തിനു വരെ ആധാരം ആത്മാവിന്റെ കർമ്മങ്ങളുടെ സ്വാധീനമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, എന്റെ സങ്കല്പങ്ങളാലും മനസ്ഥിതിയാലും കർമ്മങ്ങളാലും കാഴ്ചപ്പാടുകളാലും ഞാൻ ആത്മാവ് തന്നെയാണ് എന്റെ ശരീരത്തിന്റെ നിർമ്മിതിക്ക് കാരണമാകുന്നത്. സാധാരണയായി ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ ജന്മസ്മൃതികളും സംഭവങ്ങളും മറന്നുപോകുന്നു. എന്നാൽ വ്യക്തി തന്റെ പൂർവജന്മത്തിലെ കഥകൾ പറയുന്ന ചില ഉദാഹരണങ്ങളും ഉണ്ട്. അന്വേഷണത്തിൽ അവ സത്യമായി തെളിഞ്ഞിട്ടുമുണ്ട്. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ഒരു കാരണവും കൂടാതെ കരയുന്നതും ചിരിക്കുന്നതും നാം കണ്ടിട്ടുണ്ട്. പൂർവജന്മ സ്മൃതിയാണ് ഇതിനു മുഖ്യ കാരണം. ഇനി മറുവശം നോക്കാം. മരണം എന്താണ്? മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഒരു ജീവനുള്ള വ്യക്തി എങ്ങനെയാണ് മൃതശരീരമാകുന്നത്? ആത്മാവ് ശരീരം ഉപേക്ഷിക്കുന്ന അവസ്ഥയാണ് മരണം. ആത്മാവിന്റെ വസ്ത്രമായ ശരീരം ആത്മാവ് ഉപേക്ഷിക്കുമ്പോൾ ആ ശരീരം
മജ്ജയും മാംസവും എല്ലും കൊണ്ട് നിർമ്മിതമായ ജഡം മാത്രമായി തീർന്ന് പ്രകൃതിയുടെ പഞ്ചതത്വങ്ങളിൽ ലയിച്ചു ചേരുന്നു. തന്റെ പഴയ ശരീരം ഉപേക്ഷിച്ച് ആത്മാവ് മറ്റൊരമ്മയുടെ ഗർഭത്തിൽ പ്രവേശിക്കുന്നു. മനുഷ്യ ആത്മാവ് മൃഗങ്ങളുടെ ഗർഭത്തിൽ ജന്മമെടുക്കുന്നില്ല. ചക്കക്കുരുവിൽ നിന്ന് മാവുണ്ടാകാത്തതുപോലെ മനുഷ്യ ആത്മാവ് എല്ലായ്പ്പോഴും മനുഷ്യ ശരീരമാണ് ധാരണ ചെയ്യുന്നത്. ഒരു പുതിയ ശരീരം ധാരണ ചെയ്യുമ്പോൾ ആത്മാവ് പുതിയ ബന്ധുമിത്രാദികളെയും പുതിയ വ്യക്തിത്വവും ഉണ്ടാക്കുന്നു. നാടകത്തിൽ അഭിനേതാക്കൾ തനിക്ക് നൽകിയിരിക്കുന്ന വസ്ത്രം ധരിച്ച് നിർണയിക്കപ്പെട്ട സമയത്ത് തന്റെ ഭാഗം അഭിനയിക്കുന്നത് പോലെ ഈ വിശ്വനാടകത്തിലും ആത്മാവ് ഒരു അഭിനേതാവിനെ പോലെ നിർണയിക്കപ്പെട്ട സമയത്ത് തന്റെ ഭാഗം അഭിനയിക്കുന്നു. പ്രായാധിക്യത്താലോ രോഗപീഠകളാലോ ആഴമേറിയ മുറിവുകളാലോ ഉപയോഗശൂന്യമാകുന്ന ശരീരം ആത്മാവ് ഉപേക്ഷിക്കുകയും വീണ്ടും വീണ്ടും ജന്മമെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ജനനത്തിന്റെയും മരണത്തിന്റെയും ഈ അവിനാശിയായ ചക്രം ഈ ലോകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വിശ്വനാടകം അഥവാ വിശ്വ ഇതിഹാസം എല്ലാ ആത്മാക്കളുടെയും ഒത്തൊരുമിച്ചുള്ള അഭിനയമാണ്. വിശ്വനാടകത്തിൽ പ്രവേശിക്കുവാൻ അനുകൂലമായ സാഹചര്യം വരുന്നതുവരെ ആത്മാവ് പരംധാമത്തിൽ കാത്തിരിക്കുന്നു. ഒരിക്കൽ ആത്മാവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ആത്മാക്കളും ഈ വിശ്വനാടക അരങ്ങിൽ എത്തിച്ചേരുന്നതുവരെ അതിന് ഇവിടെ തന്നെ കഴിയേണ്ടി വരുന്നു. കർമ്മ നിയമങ്ങൾ മനുഷ്യരുടെ അസ്തിത്വം നിലനിർത്തുന്നതിനായാണുള്ളത്. കർമ്മത്തിന്റെ ഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇതാണ് കർമ്മ നിയമം അഥവാ ക്രിയാപ്രതിക്രിയാ സിദ്ധാന്തം. ഒരു ആത്മാവ് എങ്ങനെ ഏതു ഗർഭത്തിൽ വിശ്വത്തിന്റെ ഏതു മൂലയിൽ പുരുഷനായോ സ്ത്രീയായോ ഏതു രൂപത്തിൽ ജന്മമെടുക്കുന്നു എന്ന് എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്? ഇപ്രകാരം അനേക ചോദ്യങ്ങൾ ശരിയായ ഉത്തരത്തിന്റെ അന്വേഷണത്തിന് നമ്മെ നിർബന്ധിതരാക്കുന്നു. ഞാൻ ഇവിടെ എന്തുകൊണ്ട്? ഞാൻ എന്തുകൊണ്ട് ഇവിടെ ജനിച്ചു? അവർ എന്തുകൊണ്ട് അവിടെ ജനിച്ചു? ഞാൻ ഇത്തരത്തിലാണ്, അവർ അത്തരത്തിലായത് എന്തുകൊണ്ട്? ഇവ എന്തുകൊണ്ടാണ് ഇപ്രകാരമായിരിക്കുന്നത്? ഇവയെല്ലാം ഇപ്രകാരമായിരിക്കണമെന്ന് ആരെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ? നമുക്ക് കർമ്മത്തിന്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഭാവിയിൽ ഏതെങ്കിലും ജന്മത്തിൽ എന്റെ കർമ്മങ്ങൾക്കനുസരിച്ച് ഞാൻ ഫലം അനുഭവിക്കുന്നു എന്ന അവിനാശി സത്യത്തിൽ ഇതിന്റെ ഉത്തരം ഉൾക്കൊണ്ടിരിക്കുന്നു. ഇത് യാതൊരു പക്ഷപാതവുമില്ലാതെയാണ് നടക്കുന്നത്. ഇതാണ് കർമ്മ നിയമം അഥവാ ക്രിയാപ്രതിക്രിയാ സിദ്ധാന്തം. വിശ്വത്തിലെ മറ്റ് ഏതൊരു നിയമവും മാറിയേക്കാം, എന്നാൽ ഇത് മാറില്ല. നമുക്ക് ശരിയുടെയും തെറ്റിന്റെയും അറിവ് നേടണം. ഇത് നമ്മുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ്. ഇതിലൂടെ നമുക്ക് തന്നെയാണ് നേട്ടമുള്ളത്. നമ്മുടെ ഓരോ കർമ്മവും നമ്മുടെയും സമൂഹത്തിന്റെയും പരിസ്ഥിതിയുടെയും മേൽ എന്ത് പ്രഭാവമാണ് ചെലുത്തുക? അതിന്റെ അനന്തരഫലം ഇപ്പോൾ ഉണ്ടാകുമോ അഥവാ ഭാവിയിലുണ്ടാകുമോ? ഫലം നല്ലതായിരിക്കുമോ അതോ മോശമായിരിക്കുമോ? ഓരോ കർമ്മത്തിന്റെയും ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അതിനാൽ കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ഒരല്പം ചിന്തിക്കൂ. കർമ്മസിദ്ധാന്തം അറിയാത്തവർ വർത്തമാന സമയത്തെ സംഭവങ്ങളെ കുറ്റപ്പെടുത്താറുണ്ട്.
അവർക്കറിയില്ല ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. കുറഞ്ഞപക്ഷം ദൃശ്യങ്ങൾ മാറുന്നതുവരെ അവർ കാത്തിരിക്കണം. In a shocking incident today, British Airways flight BA582 from Mumbai to Manchester. ഓരോ സംഭവങ്ങളുടെയും പിന്നിൽ തീർച്ചയായും എന്തെങ്കിലും കാരണമുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ഇതാണ് കർമ്മനിയമം. എന്റെ ഭാവി ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ ഉന്നതവും ശ്രേഷ്ഠവുമായ കർമ്മങ്ങളാൽ എന്റെ ശ്രേഷ്ഠ ജീവിതകഥ ഞാൻ എഴുതുന്നു. നിങ്ങൾ വിതയ്ക്കുന്നതാണ് നിങ്ങൾ കൊയ്യുന്നത്. പ്രകൃതി എത്ര അത്ഭുതകരമാണ്. ഈ ലോകത്തിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. എന്നിട്ടും ഓരോരുത്തരുടെയും വിരലടയാളം വ്യത്യസ്തമാണ്. 2 DNA-കൾ ഒരിക്കലും ഒരുപോലെയല്ല. 2 വ്യക്തികൾ ഒരുപോലെയല്ലെന്ന് നമുക്ക് കാണാം. 2 ആത്മാക്കൾ ഒരുപോലെ അല്ലാത്തതിനാലാണത്. 2 ആത്മാക്കളും ഒരുപോലെ അതിസൂക്ഷ്മ പ്രകാശബിന്ദുക്കളാണെന്ന സമാനത മാത്രമേ അവർ തമ്മിലുള്ളൂ. ഓരോ വ്യക്തിയുടെയും പെരുമാറ്റത്തിൽ, ചിന്തയിൽ, ശൈലിയിൽ, സ്വഭാവത്തിൽ നാം വൈരുദ്ധ്യം കാണാറുണ്ട്. ചുരുക്കത്തിൽ ഓരോ ആത്മാവിന്റെയും വ്യക്തിത്വം വിഭിന്നമാണ്. അതിനാൽ ഞാൻ എന്റേതായ രീതിയിൽ അനുപമ വ്യക്തിത്വമാണ്. ഞാൻ ആരെക്കാളും ചെറുതുമല്ല, ആരെക്കാളും വലുതുമല്ല. ഞാൻ ഈ ലോകത്തിൽ തുല്യനാണ്. ഞാൻ എന്റെ പ്രത്യേക വേഷം അഭിനയിക്കുവാനും എന്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാനും വന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് എന്റെ ഭാവി കെട്ടിപ്പടുക്കുവാനാവും. ഞാൻ ഒരാത്മാവാകുന്നു, ഒരു ആധ്യാത്മിക ശക്തിയാണ്. പ്രകൃതിയുടെയും മറ്റു ജീവികളുടെയും മനുഷ്യനുമായുള്ള ബന്ധം വെറും യാന്ത്രികമല്ല. അവർ തമ്മിൽ വളരെ അടുത്ത വൈകാരിക ബന്ധമുണ്ട്. ഓരോ വ്യക്തിയുടെയും സങ്കല്പങ്ങളാണ് ഈ ലോകനിർമ്മിതിക്ക് ആധാരമെന്ന് നമുക്ക് പറയുവാനാകും. മനുഷ്യന്റെ ചിന്തകൾക്ക് പ്രകൃതിയുടെയും മറ്റു ജീവജാലങ്ങളുടെയും മേൽ സ്വാധീനം ചെലുത്തുവാനാകും. അതിനാൽ ലോകത്തിൽ എല്ലാവരെക്കുറിച്ചും ശുഭവും മംഗളകരവുമായ സങ്കല്പങ്ങൾ പരത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമായി തീരുന്നു. നമ്മുടെ ചുറ്റും സംഭവിക്കുന്നതെല്ലാം നമ്മുടെ ചേതനാശക്തിയുടെ സാക്ഷാത്കാരങ്ങളാണ്. ചുരുക്കത്തിൽ പറയാം, ദേഹബോധത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ സങ്കുചിതവും അതിനാൽ ആത്മീയ ഉന്നതി ഉണ്ടാക്കുന്നവയുമല്ല. ഇവയിൽ നിന്നും ക്രോധം, വെറുപ്പ്, ഈർഷ്യ, ലോഭം മുതലായ വികാരങ്ങൾ ഉത്പന്നമാകുന്നു. ഇതിലൂടെ സമൂഹത്തിൽ അനൈക്യവും കലഹങ്ങളും അന്യായവും നടമാടുകയും ദുഃഖങ്ങളും ദുരിതങ്ങളും വ്യാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആത്മസ്മൃതിയിൽ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ സ്നേഹം, സഹാനുഭൂതി, ശാന്തി, ഉദാരത, സാഹോദര്യം മുതലായവ ജന്മമെടുക്കുന്നു. ഇതിലൂടെ സമൂഹത്തിൽ ഐക്യത്തിന്റെയും ഒത്തൊരുമയുടെയും സുഖത്തിന്റെയും അനുഭൂതി ഉണ്ടാകുന്നു. വരൂ, ഇതുവരെ നേടിയ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ നമുക്കിപ്പോൾ ഒരല്പസമയം ആത്മീയ സ്ഥിതിയുടെ അഭ്യാസം ചെയ്യാം. ഇഷ്ടാനുസരണം സുഖകരമായ ഏതെങ്കിലും ആസനത്തിലിരിക്കൂ. 4 ഭാഗത്തുമുള്ള ലോകത്തെക്കുറിച്ച് ബോധമുണ്ടാകുവാനായി നിങ്ങളുടെ കണ്ണുകൾ തുറന്നു വയ്ക്കൂ. നിങ്ങളുടെ സങ്കല്പങ്ങളെയും ബോധത്തെയും പിൻവലിക്കൂ.
ഞാൻ ഒരു ശാന്ത സ്വരൂപ ആത്മാവാണെന്ന് സങ്കല്പിക്കൂ. ജ്യോതിർബിന്ദു ആത്മാവാകുന്ന ഞാൻ നെറ്റിത്തടത്തിന്റെ മധ്യത്തിൽ കുടികൊള്ളുന്നു. കണ്ണുകളിലൂടെ കാണുകയും കാതുകളിലൂടെ കേൾക്കുകയും മൂക്കിലൂടെ ശ്വസിക്കുകയും ഗന്ധമറിയുകയും വായിലൂടെ സംസാരിക്കുകയും ത്വക്കിലൂടെ തിരിച്ചറിയുകയും ചെയ്യുന്നു. ഞാൻ ശരീരത്തിന്റെ അധികാരിയാണ്. ഞാൻ എന്റെ ശരീരത്തിൽ നിന്നും വ്യത്യസ്തനാണ്. ഞാൻ എന്റെ സങ്കല്പങ്ങളുടെ രചയിതാവും നിയന്ത്രിതാവുമാണ്. എന്റെ സങ്കല്പങ്ങളുടെ ഉത്തരവാദി ഞാനാണ്. ഞാൻ ആത്മാവാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്റെ കർമ്മങ്ങളുടെ ഉത്തരവാദി ഞാനാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് തികച്ചും ബോധ്യമുണ്ട്. ഞാൻ എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു. എന്റെ ഭാഗ്യം ഞാനുണ്ടാക്കുന്നു. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെയും തന്നെയും മറ്റുള്ളവരെയും ആത്മാവായി കാണുന്നതിന്റെ അഭ്യാസം ചെയ്യുന്നതിലൂടെയും ആത്മാവിന്റെ യഥാർത്ഥ ഗുണങ്ങളും പ്രത്യേകതകളും സകാരാത്മക ശക്തികളോടൊപ്പം അനുഭവം ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നു. ഞാൻ ആരാണ്? എന്റെ നൈസർഗിക സ്വഭാവം എന്താണ്? ഇതിന്റെ യഥാർത്ഥ അറിവ് മറ്റുള്ളവരെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് മാറ്റുന്നു. അതോടൊപ്പം മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതിൽ എന്നെ സഹായിക്കുകയും എനിക്ക് എന്നെ അറിയുന്നതിനുള്ള തിരിച്ചറിവ് നൽകുകയും ചെയ്യുന്നു. എന്റെ ഓരോ കർമ്മങ്ങളും ആത്മീയ സ്ഥിതിയിലാകുമ്പോൾ ഞാൻ എന്റെ യഥാർത്ഥ സ്വരൂപത്തിന് വളരെ അടുത്തിരിക്കുന്നു. ഇതാണ് ആത്മസ്ഥിതി. ഈ സ്ഥിതിയിൽ എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും ഞാൻ പ്രാപ്തമാക്കുന്നു. അതിനാൽ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ആത്മീയ കാഴ്ചപ്പാടിലൂടെ ജീവിച്ച് എല്ലാവരെ പ്രതിയും നമുക്ക് സകാരാത്മക കാഴ്ചപ്പാട് വച്ചു പുലർത്താം. ഇതിലൂടെ നമ്മുടെ ജീവിതവും സമൂഹവും ശാന്തിയുടെയും പവിത്രതയുടെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രകാശം പരത്തുന്നതാകട്ടെ.